Good morning to all. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എവിടെ വരെ എടുത്തത്? എവിടെ വരെ എടുത്ത ആ ചാപ്റ്റർ? Prevention antimicrobial surface. പ്രിവെൻഷൻ കഴിഞ്ഞു, then ആന്റിമൈക്രോബിയൽ സർഫസ് വരെ എടുത്തു അല്ലെ. ഓക്കെ, അതിന് മുൻപായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയണ്ടേ. നിങ്ങൾക്ക് എക്സാമിനെ പറ്റിയൊക്കെ കുറച്ച് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും പുതിയതായിട്ട് തന്നിട്ടുണ്ടാവും. അപ്പൊ അതിനെതിരെയുള്ള എന്തൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് പേരൊക്കെ അതിനെ പറ്റി ഇതിനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ, റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ ആ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഓക്കെ, അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു കമ്മിറ്റി വേണമെങ്കിൽ അതിലെന്തൊക്കെയായിരിക്കാം മറ്റേ പ്രധാനമായിട്ട് അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ആലോചിച്ച് നോക്കി, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ എന്തൊക്കെയായിരിക്കും അവർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്? എന്തൊക്കെയായിരിക്കും? നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ നമ്മുടെ എന്തുമായി ബന്ധപ്പെട്ടും ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും അല്ലെ. ഇവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്. അവരെന്താണ് പ്രധാനമായിട്ടും അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേഫ്റ്റി പ്രോഗ്രാമുകൾ അല്ലെ, അതായത് പ്രിവെൻഷൻ അല്ലെങ്കിൽ ഓരോ പേഷ്യൻസിന്റെയും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അത് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നത്. അപ്പൊ അതിൽ കുറേയധികം കാര്യങ്ങൾ അവർക്ക് വരുന്നുണ്ട്. അതായത് ഇവരിങ്ങനെ കുറെ പ്രോഗ്രാംസും ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, അത് ഓരോ ആക്ടിവിറ്റീസും നടപ്പിലാക്കണം വേണ്ടേ. ആ ഓരോ ആക്ടിവിറ്റീസും എങ്ങനെയാണ് നടക്കുന്നത്, അത് ശരിയായ രീതിയിലാണ് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യണം. ഓക്കെ, നിരീക്ഷിക്കണം വേണ്ടേ. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, അതായത് ഈ ഒരു പ്രോഗ്രാമിന്റെ കീഴിൽ ഓരോന്നും ഓരോ ഇൻഫെക്ഷനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഇവര് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഹോസ്പിറ്റലിൽ നല്ല ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടത് ആരാണ്? ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ എന്താ, പുതിയ പുതിയ ഇൻസിഡൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെതിരെ എന്താണ് റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, പുതിയ പുതിയ ഇൻഫെക്ഷൻസ് എങ്ങനെയാണ് വരുന്നത്, അതിന് എന്തൊക്കെ രീതിയിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, എങ്ങനെയാണ് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് തടയാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്തേണ്ടതും ഇവരുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ എന്താ, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ ആളുകൾക്ക് കൊടുക്കണം വേണ്ടേ. അല്ലാതെ എന്താണ്, അങ്ങനെയുള്ള ആളുകൾക്ക് അത് മനസ്സിലായാൽ മാത്രമേ അവർക്ക് അങ്ങനെയുള്ള പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രിക്കോഷൻസ് അതിനുള്ള മുൻകരുതലുകൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് അവരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ പോലെയുള്ളവയൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കി. The infection component of the patient safety program of the health care facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഹോസ്പിറ്റൽസ് പോലെയുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഭാഗമായിട്ട് പേഷ്യൻസിന്റെ സേഫ്റ്റി പ്രോഗ്രാമുകൾ, അവരുടെ സുരക്ഷിതത്വമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസും വളരെ സേഫ് ആയിട്ട് അവർ അവിടെ നിന്ന് തിരിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ അതിനു വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ ആ ഒരു സേഫ്റ്റി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആൻഡ് ഈസ് ലയബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ്, എന്താണ് ലയബിൾ എന്ന് പറയാ, ബാധ്യത അല്ലെങ്കിൽ ബാധ്യസ്ഥരായിരിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. അപ്പൊ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്? ഇവരുടെ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഭാഗമായിട്ട് പേഷ്യൻസിന്റെ സേഫ്റ്റി പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യേണ്ടത് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്. അപ്പൊ അവർ എന്തൊക്കെ ചെയ്യണം, അതിന് എന്തൊക്കെയാണ് അവർ ബാധ്യസ്ഥരായിരിക്കുന്നത് നോക്കി. ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഇൻഫെക്ഷനെതിരെ പ്രിവെൻഷൻ വേണം അല്ലെ, പ്രതിരോധ നടപടികള്, അതുപോലെ തന്നെ അതിന്റെ നിയന്ത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ
ചെയ്യുക, അതിനെ നിലനിർത്തുക. അതുപോലെ തന്നെ എന്താ ഇറ്റ്സ് മോണിറ്ററിങ്. ഇനി ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എന്താണ് കണ്ടക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, അങ്ങനെയുള്ള പ്രോഗ്രാംസിലൂടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും മോണിറ്റർ ചെയ്യുക. എന്താണ് ശരിയായ രീതിയിൽ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഓരോ ഹോസ്പിറ്റലുകളിലും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിരീക്ഷിക്കേണ്ടതും ഈ ഒരു കമ്മിറ്റിയുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അവരാണ് ഇതിന് ബാധ്യസ്ഥരായിട്ടുള്ളവര്. അതുപോലെ എന്താ പുതിയതായിട്ടുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഡിസീസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസും അതുപോലെ ഓരോ രോഗിയും എങ്ങനെ ബാധിക്കുന്നു, ഇതിന്റെ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ എന്താണ് ഇതിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചുമുള്ള റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്തുക. ആൻഡ് എഡ്യൂക്കേഷൻ, എന്താണ് ആളുകൾക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് പകരുന്ന രീതി, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് പകരുന്നത്, ഇനി അതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തേണ്ടതും ആരുടെ ഡ്യൂട്ടിയിലാണ് അല്ലെങ്കിൽ ആരുടെ ബാധ്യതയിൽ വരുന്നതാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ബാധ്യതയിൽ വരുന്നതാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിനുള്ളിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും, അതായത് പേഷ്യൻസിന്റെ സേഫ്റ്റി പ്രോഗ്രാമുകളാണ് അവിടെ പ്രധാനമായിട്ടും അവർ ചെയ്യേണ്ടത്. ഓരോ പേഷ്യൻസും വളരെ സേഫ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ വരുന്നാൽ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നാൽ അവരെന്ത് ചെയ്യുക, അവരുടെ ആ ഒരു ചികിത്സയ്ക്ക് ഏതൊരു രോഗത്തിനാണ് അവരവിടെ വന്നിരിക്കുന്നത് ആ രോഗത്തിനുള്ള അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്ത് അവർ വളരെ സേഫ് ആയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിന് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും നടത്തുക, എല്ലാ ആക്ടിവിറ്റീസും നടത്തുക, അതിനെ നിരീക്ഷിക്കുക. അതുപോലെ തന്നെ പുതിയ പുതിയ ഇൻസിഡൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ എന്താണ് ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണ് അതിനെ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ അതിനനുസരിച്ചുള്ള ഗവേഷണങ്ങൾ അല്ലെങ്കിൽ റിസർച്ചുകൾ നടത്തുകയും ആളുകളെ ബോധവൽക്കരണം നൽകുകയും ചെയ്യേണ്ടത് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ വരുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ലയബിൾ ആണ് അല്ലെങ്കിൽ ബാധ്യസ്ഥതയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്ന ആളുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. ചെയർപേഴ്സൺ ആരാണ്? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരാണ് പറയുന്നത്? ചെയർപേഴ്സൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ മെമ്പർ സെക്രട്ടറി. ആരാണ് ഒരു മെമ്പർ സെക്രട്ടറി വരുന്നത്? അതില് സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ്. ആരാണ് മൈക്രോബയോളജിസ്റ്റുകള്? ആരാണ് മൈക്രോബയോളജിസ്റ്റുകള്? എന്തിന് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളുകളാണ്? എന്തിന് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മൈക്രോബയോളജിസ്റ്റുകള്? എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കി. മൈക്രോബയോളജി മൈക്രോബ്സ് അല്ലെ, അതായത് നമ്മുടെ മൈക്രോബ്സ് ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, ഫംഗസ് പോലെയുള്ള എല്ലാ മൈക്രോബ്സ് അങ്ങനെയുള്ളത് എന്തൊക്കെയാണ് ഡിസീസുകൾ നമുക്ക് വരുത്തുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളുകളാണ് മൈക്രോബയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ് മൈക്രോബയോളജിസ്റ്റുകൾ. അങ്ങനെയുള്ള സീനിയർ മൈക്രോബയോളജിസ്റ്റുകളായിരിക്കും മെമ്പർ സെക്രട്ടറിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ചെയർപേഴ്സൺ എന്ന് പറയുന്നതാണ് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് മെമ്പർ സെക്രട്ടറി ആരാണ്? സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ്. അപ്പൊ എന്താണ് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് വരാറ്? ആരാണ്? ചെയർപേഴ്സൺ ആണ്. ഇനി സീനിയർ മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുന്നത് റോൾ എന്താ അവിടുത്തെ? മെമ്പർ സെക്രട്ടറി ആണ് അല്ലെ. സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും അവിടുത്തെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞ എന്താ വരുന്നത്? മെമ്പേഴ്സ്. ഈ മെമ്പർ സെക്രട്ടറിയുടെ കീഴിലായിട്ട് മെമ്പേഴ്സ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് ആരാണ്? റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനിൽ നിന്നോ അല്ലെങ്കിൽ മാനേജ്മെന്റിൽ നിന്നോ വരുന്ന റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്സ് ആണ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. മാനേജ്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നോ വരുന്ന റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്ന ആളുകളാണ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. കിട്ടിയോ? അപ്പൊ മെമ്പേഴ്സ് എന്ന് പറയുന്നത് റെപ്രസെന്റേഷൻ ഓഫ് ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ വരുന്ന റെപ്രസെന്റേറ്റീവ്സ്, അവരെ പ്രതിനിധീകരിച്ചു വരുന്ന ആളുകളാണ് മെമ്പേഴ്സിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് അല്ലെ.
എന്താ വൈദ്യശാസ്ത്രത്തില് വിദഗ്ധമുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് മെഡിക്കൽ ഫാക്കൽറ്റീസ്. അതായത് നമ്മുടെ ഫിസിഷ്യൻസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് പോലെയുള്ളവയാണ് മെഡിക്കൽ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് വരുന്നത്. ഇത് ഓരോ സമയത്ത് വ്യത്യസ്തമായിരിക്കും. അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു എന്താണ് അവിടുത്തെ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി, അതുപോലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ വെച്ചിട്ടാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പൊ മെഡിക്കൽ ഫാക്കൽറ്റീസും ഉണ്ടായിരിക്കും. റെലവന്റ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഫാക്കൽറ്റീസും ഇതിനുള്ളിൽ ഉൾപ്പെടുന്നുണ്ട്. ദെൻ സപ്പോർട്ട് സർവീസസ്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്? OT, ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ CSST, സെൻട്രൽ സ്റ്റെറൈൽ എന്താണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ CSST, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് CSSTയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ചാപ്റ്ററിലുണ്ട്. ദെൻ ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ, അതും നിങ്ങൾക്കൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ് ആൻഡ് സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്. എന്തൊക്കെയാണ് സപ്പോർട്ടിംഗ് സർവീസിൽ വരുന്നത്? OT അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ, CSSD സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ സാനിറ്റേഷൻ, ദെൻ എഞ്ചിനീയറിംഗ് ഓർ ഫാർമക്കോളജിസ്റ്റ്. ആരാണ് ഫാർമക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്? അവര് സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഫാർമക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫാർമക്കോളജിസ്റ്റ് എന്ന് അറിയാത്തവരൊന്ന് എഴുതി വെച്ചോ കേട്ടോ. ഫാർമക്കോളജിസ്റ്റ് ആർ സയന്റിസ്റ്റുകളാണ് who study how drugs. Pharmacologists are scientists who study how drugs affect living systems. How drugs affects living systems. Pharmacologists are scientists who study how drugs affect living systems. Okay. അപ്പൊ ഫാർമക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അവരൊരു സയന്റിസ്റ്റുകളാണ്. അത് അവരെന്തിനെ പറ്റിയാണ് സ്റ്റഡിയാണ് നടത്തുന്നത്? അതായത് നമ്മൾ ഒത്തിരി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒത്തിരി മെഡിക്കേഷൻസ് അല്ലെങ്കിൽ മരുന്നുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ ലിവിങ് സിസ്റ്റത്തിനെ എത്രത്തോളം എന്തൊക്കെ രീതിയിലാണ് ബാധിക്കുന്നത്, അത് എത്രത്തോളം എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ അത് യൂസ് ചെയ്യുന്നത് വഴി എത്രത്തോളം നമുക്ക് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഒരു രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഡ്രഗ് കഴിച്ചിട്ട് നമുക്ക് അതിനൊരു വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ ഇനി ആ രോഗത്തിനനുസരിച്ച് എന്തൊക്കെ ഡ്രഗ്സ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു സയന്റിസ്റ്റുകളാണ് ഫാർമക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അവരുടെ ഒരു സഹായം ഇതുമായിട്ട് വേണം അല്ലെ. പിന്നെ എന്താ? സ്റ്റോർ ഓഫീസർ അല്ലെങ്കിൽ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സപ്പോർട്ടീവ് സർവീസും ഇതിനാവശ്യമാണ്. നെക്സ്റ്റ് വൺ ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. ഇനി വരുന്നത് ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ്. ഇനി എന്താണ് അതിന് ഏറ്റവും അവസാനമായി വരുന്ന ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്ന മെമ്പേഴ്സ് അല്ലെങ്കിൽ ആളുകൾ ആരൊക്കെയാണ്? ചെയർപേഴ്സൺ വരുന്നുണ്ട്, അവരാണ് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ചെയർപേഴ്സൺ ആണ്. ഇനി ഒരു സീനിയർ മൈക്രോബയോളജിസ്റ്റിന്റെ റോൾ എന്താണ് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് വെച്ചാൽ ആരാണ്? മെമ്പർ സെക്രട്ടറി ആണ് അവരെന്ന് പറയാം. ഇനി അവിടെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ്? റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷനിൽ നിന്നോ അല്ലെങ്കിൽ മാനേജ്മെന്റിൽ നിന്നോ വരുന്ന റെപ്രസെന്റേറ്റീവ്സ്, അവരുടെ പ്രതിനിധികളാണ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് അല്ലെ. നമുക്ക് എന്താണ് മെഡിക്കൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പോലെയുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ഒക്കെ സേവനം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാണ്. അതുപോലെ തന്നെ സപ്പോർട്ടീവ് സർവീസസ് വരുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ OT, CSST, ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ സാനിറ്റേഷൻ, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ അല്ലെങ്കിൽ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ് സപ്പോർട്ടീവ് സർവീസിൽ വരുന്നത്. നെക്സ്റ്റ് സപ്പോർട്ടീവ് സർവീസിന് കീഴിലായിട്ട് വരുന്നതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും ഉണ്ടായിരിക്കും. ഇത്രയും പേര് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്ന അംഗങ്ങളാണ്. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ആരാണ് ഇതിന്റെ ഹെഡ് ആയിട്ട് വരുന്നത്? ഇനി എന്താ സീനിയർ മൈക്രോബയോളജിസ്റ്റിന്റെ റോൾ അവിടെ എന്താണ്? അതുപോലെ അവരുടെ മറ്റേ മെമ്പേഴ്സിൽ വരുന്നത് ആരൊക്കെയാണ്? സപ്പോർട്ടിംഗ് സർവീസ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. നമ്മളിപ്പോ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ ഫ്ലോ ചാർട്ട് ഒക്കെ പഠിക്കാറില്ലേ, അതുപോലെ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവർ
എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റോൾ എന്താണ്, അവരുടെ ആ ഒരു കമ്മിറ്റിയിൽ എന്ത് റോളാണ് എന്ത് പങ്കാളി വഹിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പങ്കാളിത്തം എന്താണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഇനി ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. റോൾ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഈസ് ലയബിൾ ഫോർ. ഇനി ഇതിന്റെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം അവർ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമുകൾ, അല്ലെ? ഒരു ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ പേഷ്യൻസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഇൻഫെക്ഷൻസിനെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്താൻ പാകത്തിനുള്ള പ്രോഗ്രാമുകളാണ് ഇവർ കണ്ടക്ട് ചെയ്യേണ്ടത്. ഇനി അതിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ടു ഓവർസീ coordinate all infection control activities to ensure an effective program. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ്, ഒരു ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാമുകൾ എൻഷുർ ചെയ്യാൻ അല്ലെങ്കിൽ ഉറപ്പുവരുത്താനായിട്ട് എന്താണ്, എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസിനെയും എന്ത് ചെയ്യുക? ടു ഓവർസീന്റെ മേൽനോട്ടം വഹിക്കുക, അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുക. ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ പ്രധാനമായിട്ടൊരു ഉത്തരവാദിത്വം എന്താണ്? ഇങ്ങനെയുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം, അതിന്റെ ആ ഒരു പ്രാപ്തി ഉറപ്പുവരുത്തണമെങ്കിൽ, അല്ലെ? ഒരു പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്യണം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രം പോരാ, അല്ലെ? ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി ആ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ആ ഒരു ഫലപ്രാപ്തി ഉറപ്പുവരുത്തുകയും വേണ്ടേ? എന്നാലല്ലേ ആ ഇൻഫെക്ഷൻ നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രോഗ്രാമിന്റെ ഫലപ്രാപ്തി ഉറപ്പുവരുത്താനായിട്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും, എല്ലാ കൺട്രോൾ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. അതുപോലെ തന്നെ അതിനെ മേൽനോട്ടം വഹിക്കേണ്ടത് അല്ലെങ്കിൽ ഓവർസീ ചെയ്യേണ്ടത് ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? എന്താണ്? ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം ഫലപ്രാപ്തിയിലെത്തി എന്നുള്ളത് ഉറപ്പുവരുത്തണമെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കൺട്രോൾ ആക്ടിവിറ്റീസും, ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കൺട്രോൾ ആക്ടിവിറ്റീസും ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യണം, അതിനെ മേൽനോട്ടം വഹിക്കുകയും വേണം. അതാരാണ് ചെയ്യേണ്ടത്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നതാണ് ഓർഗനൈസ് ആൻഡ് എപ്പിഡമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇനി എന്താണ് എപ്പിഡമോളജിക്കൽ എന്ന് പറഞ്ഞാൽ? സാംക്രമിക രോഗശാസ്ത്രം. അതായത് ഒരു ഡിസീസ് നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു, അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതായത് സാംക്രമിക രോഗങ്ങൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പോലെയുള്ള രോഗങ്ങൾ എങ്ങനെയാണ് പകരുന്നത്, അതിന്റെ രോഗകാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് എപ്പിഡമോളജി മോണിറ്ററിംഗ്, സാംക്രമിക രോഗ ശാസ്ത്രം. അപ്പൊ അത് സയന്റിഫിക് ആയിട്ട് നമ്മൾ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് എപ്പിഡമോളജിക്കൽ എന്ന് പറയുന്നത്, എപ്പിഡമോളജിക്കൽ മോണിറ്ററിംഗ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള രോഗങ്ങൾ പകരുന്നത്, അതുപോലെ അത് എന്തൊക്കെ രീതിയിലാണ് അത് പകരുന്നത്, അതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, അതിന്റെ ആ ഒരു സോഴ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെ? അതിനനുസരിച്ചാണ് നമുക്ക് അതിന് പ്രിവെന്റീവ് മെഷർമെന്റ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് തടയേണ്ടത് തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടതും, അതിനനുസരിച്ചുള്ള ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ അതെന്താണ്, അങ്ങനെയുള്ള ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്നത് ഇതിനുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ആദ്യത്തെ 2 പോയിന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞത്? ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ്. നമ്മൾ പറഞ്ഞ ഇവിടെ എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പേഷ്യൻസിന്റെ ആ ഒരു സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തേണ്ടതും ഡെവലപ്പ് ചെയ്യേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. അതിനും കിട്ടിയോ? അപ്പൊ ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്ത് നടപ്പിലാക്കുമ്പോൾ അത് ഏറ്റവും നല്ല ഫലപ്രാപ്തിയിൽ എത്തി എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അതിനുള്ളിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നല്ല പ്രോപ്പർ ആയിട്ട് ചെയ്തിരിക്കണം.
വേണ്ടേ? അപ്പൊ അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിനുള്ളിൽ വരുന്ന എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും വളരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ അതിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യേണ്ടത് ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. അങ്ങനെ അതിന് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയും അതിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്താൽ മാത്രമേ അവിടെ ഒരു എഫക്റ്റീവ് പ്രോഗ്രാം ആയിട്ട് നമുക്ക് അതിനെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു പ്രോഗ്രാം നൽകിയിരിക്കുന്നത് നല്ല രീതിയിൽ അതിന്റെ ഒരു ഫലപ്രാപ്തി കിട്ടണം അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തണമെങ്കിൽ അതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയും അതിനെ ശരിയായ രീതിയിൽ എന്താണ് മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം. അത് ചെയ്യേണ്ട ടീം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കി, ഓർഗനൈസ് ആൻ എപ്പിഡെമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. അപ്പൊ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് ആ ഒരു ഇൻഫെക്ഷൻസ് എന്തെങ്കിലും മൈക്രോബ്സോ അല്ലെങ്കിൽ മറ്റു രോഗകാരികളോ വഴി എന്താവുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിൽ, അതായത് പുതിയതായിട്ട് വരുന്ന ഓരോ ഇൻഫെക്ഷൻസിനും അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിനെങ്ങനെയൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു രോഗം വന്നു, ആ ഒരു രോഗത്തിന്റെ സോഴ്സ് എന്താണ്? പുതിയതായിട്ട് ഒരു പേഷ്യന്റിന് ഇപ്പൊ ഒരു രോഗം വന്നു അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് ഒരു ഇൻഫെക്ഷൻ വന്നു എന്നുള്ളത് കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ അതിനെ എന്ത് ചെയ്യണം? ആ ഒരു രോഗത്തെ കുറിച്ച് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നിരീക്ഷിച്ച് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കണം അല്ലെ. പഠനം നടത്തിയാൽ മാത്രമേ അതിനനുസരിച്ച് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിനെ തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിയണമെങ്കിൽ ആദ്യം ആ രോഗം എന്താണെന്നും അതിന്റെ കാരണങ്ങളും അതിന്റെ സോഴ്സസ് അല്ലെങ്കിൽ ഉറവിടം എന്താണ്, അതിന്റെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പകരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പൊ അതാണ് ഈ എപ്പിഡെമോളജിക്കൽ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു? ആ രോഗകാരണങ്ങളെ കുറിച്ചും ആ രോഗത്തിന്റെ അവസ്ഥകളെ കുറിച്ചും രോഗകാരണങ്ങളെ കുറിച്ചും അതിന്റെ ആ ഉറവിടത്തെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു? എപ്പിഡെമോളജിക്കൽ മോണിറ്ററിംഗ് അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ നടത്തുന്നു. അങ്ങനെ നിരീക്ഷണങ്ങൾ നടത്തുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇങ്ങനെയുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും അതിനെതിരെ എന്താണ് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യേണ്ടത് ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. കിട്ടിയോ? 2 പോയിന്റ് കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നെങ്കിൽ നമ്മൾ അതിനെതിരെയുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യും അല്ലെ. അതാണ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ്. ഇൻഫെക്ഷൻസിന് വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ തടയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് ഉപയോഗിക്കുന്നതിനെ സൂപ്പർവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മേൽനോട്ടം വഹിക്കാനായിട്ട് എന്ത് ചെയ്യുക? ഫാർമസിയുമായി കൂടിച്ചേർന്ന് ഫാർമസിയുമായി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക. കിട്ടിയോ? 3rd പോയിന്റ് എന്ന് പറയുന്നത് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇൻഫെക്ഷൻസിനെതിരെ തടയാൻ അല്ലെങ്കിൽ ഇൻഫെക്ഷനെ എതിരെ പ്രിവെന്റ് ചെയ്യാനായിട്ട്. അതിനെ നമ്മുടെ ബോഡിയിലേക്ക് വന്ന് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ആന്റി ഇൻഫെക്ഷൻസ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കാൻ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഇൻഫെക്ഷൻ ഡ്രഗ്സ് ഓരോന്നിനും ഓരോ ഇൻഫെക്ഷൻസിന് അതിനനുസരിച്ച് ഓരോന്നാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങള് മേൽനോട്ടം വയ്ക്കാൻ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാർമസിയുമായി ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമും ഫാർമസിയും കൂടി ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക. 3rd പോയിന്റ് കിട്ടിയോ? ആന്റി ഇൻഫെക്ഷൻസ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമസിയും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ടീമും കൂടി ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. 3rd പോയിന്റ് പറയുന്നത്. Then 4th one നോക്കി, make sure that patient care practices are appropriate to the level of patient risk. എന്താണ് ഇവിടെ പേഷ്യൻസ് കെയർ, അതായത് രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട പ്രാക്ടീസസ് അല്ലെങ്കിൽ അതിന്റെ രീതികൾ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്, പേഷ്യൻസിന്റെ ആ ഒരു അപകട സാധ്യതയുടെ അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ അനുയോജ്യമായിട്ടാണെന്ന് ഉറപ്പുവരുത്തുക.
ഇവിടെ എന്താ പറയുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ സേഫ്റ്റി ആണ് ഇവിടുത്തെ പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും വരുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിന് അവരുടെ സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമുകളൊക്കെ ഈ ഒരു കമ്മിറ്റി നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ കമ്മിറ്റി ആ ഒരു രോഗികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു രോഗത്തിന്റെ രോഗി മാക്സിമം നല്ല രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നല്ല ഒരു ഹെൽത്ത് കണ്ടീഷനിൽ തിരിച്ചു പോകണം എന്നുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ അങ്ങനെ എത്ര ആക്ടിവിറ്റീസ് ചെയ്തിട്ടും ഈ രോഗിയുടെ ആ ഒരു അപകട സാധ്യതയിൽ വലിയ കുറവൊന്നും വരുന്നില്ല എങ്കിൽ ഈ ഒരു പേഷ്യൻസ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവോ? ഇല്ല. അപ്പൊ എപ്പോഴും ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതെപ്പോഴും അവരുടെ ആ ഒരു അപകട സാധ്യത എന്ത് ചെയ്യണം? കുറയ്ക്കണം വേണ്ടേ? അപ്പൊ എപ്പോഴും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കൊണ്ട് ഒരു അപകട സാധ്യത, അവർക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ആ ഒരു അപകട സാധ്യത കുറയ്ക്കണം. കുറഞ്ഞാൽ മാത്രമേ അവിടെ എന്താവുള്ളൂ, ശരിയായ രീതിയിലാണ് ഈ ആക്ടിവിറ്റീസ് നടക്കുന്നത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും പേഷ്യൻസിന്റെ കെയർ അല്ലെങ്കിൽ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള രീതികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തുമ്പോൾ അതെങ്ങനെയായിരിക്കണം? പേഷ്യൻസിന്റെ റിസ്ക്, അവരുടെ ആ ഒരു അപകട സാധ്യതയുമായി ബന്ധപ്പെട്ട ആ ഒരു നിലവാരത്തിന് അനുയോജ്യമായിട്ടുള്ളവ, അപകട സാധ്യത എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് എന്ത് ചെയ്യാൻ, ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അതെപ്പോഴും പേഷ്യൻസിന് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലുള്ളത്, അതായത് അങ്ങനെയുള്ള ഇൻഫെക്ഷൻസിന്റെ ആ ഒരു അപകട സാധ്യത കുറയ്ക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം ഇതിൽ ഉറപ്പുവരുത്തേണ്ടത്. കിട്ടിയോ? ഫോർത്ത് പോയിന്റ് എന്താണ് പറഞ്ഞതെന്ന് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫിഫ്ത് പോയിന്റ്. നോക്കിയേ, check the efficacy of the methods of disinfection and sterilization and the efficacy of systems. നമ്മൾ പറഞ്ഞു ഡിസിൻഫെക്ഷൻ ചെയ്യണം, അതുപോലെ സ്റ്റെറിലൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഇതും ആ മെത്തേഡുകളെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ അവിടെ കുറെ അധികം ഇൻഫെക്ഷൻസിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. മൈക്രോബ്സിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ് വഴി ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അവിടെ ഈ മെത്തേഡുകൾ, അതായത് ഡിസിൻഫെക്ഷൻ അതുപോലെ തന്നെ സാനിറ്റൈസിങ് പോലുള്ള മെത്തേഡുകൾ അത് ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു സിസ്റ്റം അതെങ്ങനെയായിരിക്കണം? വളരെ കാര്യക്ഷമമാണ് അങ്ങനെ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു കമ്മിറ്റിയുടെ ഒരു ഡ്യൂട്ടിയിൽ വരുന്ന കാര്യമാണ് കേട്ടോ. അതായത് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പോലെയുള്ള മെത്തേഡുകൾ, ആ ഒരു സിസ്റ്റം നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. ആ മെത്തേഡുകൾ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് വളരെ എഫിക്കസി എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമത. അങ്ങനെ കാര്യക്ഷമതയോട് കൂടിയാണോ അല്ലെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടാണോ ആ ഒരു കാര്യങ്ങളൊക്കെ ഡിസിൻഫെക്ഷനും അതുപോലെ സ്റ്റെറിലൈസേഷനും നമ്മുടെ ഹോസ്പിറ്റലുകൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക, ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്ത് പോയിന്റിൽ പറയുന്നത്. Then sixth point നോക്കിയേ, develop to enhance hospital cleanliness, taking part in development and provision of teaching programs for the medical, nursing and associated health professional as well as other categories of staff. ഇപ്പൊ അവിടുത്തെ മെഡിക്കൽ ആളുകളാവാം, അല്ലെങ്കിലോ നഴ്സിംഗ് ആയിട്ടുള്ള ആളുകളാവാം, അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണൽസ്, ഇവരുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ നിൽക്കുന്ന ഹെൽത്ത് പ്രൊഫഷണൽസ്, പേഴ്സണൽസ് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ മറ്റു കാറ്റഗറിയിലുള്ള ഏതൊരു സ്റ്റാഫുമായി ബന്ധപ്പെട്ടും അവർക്ക് എന്ത് ചെയ്യുക? ടീച്ചിങ് പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുകയും അത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഹോസ്പിറ്റൽ ക്ലീൻനെസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് നടത്തേണ്ടത്? ഹോസ്പിറ്റൽ ക്ലീൻനെസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹോസ്പിറ്റൽ ക്ലീൻനെസ് എങ്ങനെയാണ് നടത്തേണ്ടത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതിനൊരു ടീച്ചിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും കണ്ടക്ട് ചെയ്യുകയും ചെയ്യുക. അത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? മെഡിക്കൽ ആയിട്ടുള്ള, അതായത് ഡോക്ടേഴ്സ് പോലെയുള്ളവർക്കോ അല്ലെങ്കിൽ നേഴ്സസിനോ അവരുമായി സഹായിച്ചു നിൽക്കുന്ന, അസോസിയേറ്റ് സഹകരിച്ചു നിൽക്കുന്നതായിട്ടുള്ള മറ്റ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആവാം, അല്ലാന്നുണ്ടെങ്കിലോ മറ്റ് കാറ്റഗറിയിലുള്ള സ്റ്റാഫുകളോ ആയിക്കോട്ടെ. ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ വളരെയധികം ബോധവൽക്കരണം നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ ക്ലിനിക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവർക്ക് എന്ത് ചെയ്യണം?
ടീച്ചിങ് പ്രോഗ്രാമുകൾ നടപ്പിലാക്കുക. നെക്സ്റ്റ് നോക്കിയേ 7th വൺ, പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫോർ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി സ്മോളർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് എക്സ്പേർട്ട് അനാലിസിസ്, എന്താണ് എക്സ്പേർട്ട്, വിശദമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ വിശകലനങ്ങൾ, അതാണ് എക്സ്പേർട്ട് അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് വിശദമായിട്ടുള്ള അനാലിസിസ് അല്ലെങ്കിൽ വിശകലനങ്ങൾ നടത്തുക. ലീഡർഷിപ്പ് അസിസ്റ്റൻസ്, എന്താണ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ്, നേതൃത്വ സഹായം അല്ലെ, ലീഡർഷിപ്പ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ നേതൃത്വ സഹായങ്ങളും നൽകേണ്ടതും ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ജോലിയിൽ വരുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് 5th വൺ പറഞ്ഞ എന്താണ്, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സാനിറ്റേഷൻ. ഒരു ഹോസ്പിറ്റലില് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സാനിറ്റേഷൻ പോലെയുള്ള പ്രിവെൻഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ എഫിക്കസി, അതിന്റെ ആ ഒരു കാര്യക്ഷമത എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുക. 6ാമത്തെ പറഞ്ഞ എന്താണ്, ഹോസ്പിറ്റലിലെ മെഡിക്കൽ ആയിക്കോട്ടെ, നഴ്സിംഗ് ആയിക്കോട്ടെ, അവരുമായി സഹകരിച്ചു പോകുന്ന മറ്റ് ഹെൽത്ത് പേഴ്സണൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു കാറ്റഗറിയിൽ വരുന്ന ഏതെങ്കിലും ഒരു സ്റ്റാഫ് ആയിക്കോട്ടെ, അവർക്കെല്ലാം എന്ത് ചെയ്യണം, ടീച്ചിങ് പ്രോഗ്രാമുകൾ, അതായത് ഹോസ്പിറ്റലിലെ ക്ലീനസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അടങ്ങിയ ടീച്ചിങ് പ്രോഗ്രാമുകൾ നടപ്പിലാക്കുക അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് 6th പോയിന്റ് പറഞ്ഞത്. 7th പോയിന്റ് പറഞ്ഞ എന്താ, പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ്. എന്താണ് വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ഒരു വിശകലനം ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ്, എന്താണ് നേതൃത്വ സഹായവും സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിൽ അവർക്ക് ഇവര് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതെല്ലാം ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്, ആരുടെ റോളാണ്, ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോളിൽ വരുന്നതാണ്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അല്ലാതെ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് അങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തതായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ റോളില് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാട്ടോ. അപ്പൊ റോൾ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമില് എല്ലാം ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ്, ഇത് സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞില്ലേ ഹാൻഡ് വാഷിനെ കുറിച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ടാവുന്ന. അപ്പൊ നമ്മൾ അതൊന്ന് നോക്കി, നിങ്ങൾ ആദ്യം ജസ്റ്റ് ആ പിക്ചർ ഒന്ന് നോക്കുക കേട്ടോ, എന്നിട്ട് നമുക്ക് ആ ഒരു എഴുതിയിരിക്കുന്നതിലോട്ട് പോവാം. ഫസ്റ്റ് വൺ നോക്കി, ക്ലിയർ ആവുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് അത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കി, വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ. എന്താണ് ആദ്യം ചെയ്യേണ്ടത്, ഹാൻഡ്സ് വെറ്റ് ചെയ്യുക. അതായത് കുറച്ചൊരു വെള്ളം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നനയ്ക്കുക, വെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് നനച്ച് നമ്മുടെ ആ ഒരു കൈ നനയ്ക്കുക. അതിനുശേഷം പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ നമ്മുടെ കോവിഡ് സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയാസ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ്, നമ്മുടെ വീട്ടിൽ വരുന്ന ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുമായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് എന്താ വേണ്ടത്, വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ. വാട്ടറിനെ കൊണ്ട് എന്ത് ചെയ്യുക, ഹാൻഡ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് നനയ്ക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, അപ്ലൈ ഇനഫ് സോപ്പ് ടു കവർ ഓൾ ഹാൻഡ് സർഫസസ്. അപ്പൊ സോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഏതാണോ സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹാൻഡ് വാഷിന് വേണ്ടിയിട്ട് ഏത് സൊല്യൂഷൻ ആണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ ലിക്വിഡ് ആയിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിലോ സോപ്പോ എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത് എടുക്കുക. അതെന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ടിൽ എടുത്ത് അതെന്ത് ചെയ്യുക, എല്ലായിടത്തേക്കും ഒന്ന് ഹാൻഡ് സർഫസസിൽ അതെന്ത് ചെയ്യുക, കവർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് റബ് ഹാൻഡ്സ് പാം ടു പാം. എങ്ങനെയാണ് പാം ടു പാം, ഒരു കൈ മറ്റൊരു കൈയിലോട്ട്, അതുപോലെ തിരിച്ച് അങ്ങോട്ട് രണ്ടും രീതിയിലും എന്താണ് പാം ടു പാം എന്ത് ചെയ്യുക, റബ്ബ് ചെയ്യുക. രണ്ട് കൈയും ഒരുമിച്ച് വെച്ചിട്ട് ഒരു പാം ടു പാം റബ്ബ് ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, അതിനുശേഷം വരുന്ന കാര്യം എന്താണ്, അങ്ങനെ പാം ടു പാം റബ്ബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിക്കോട്ടെ, തേർഡ് വൺ പിക്ചർ, ഈ തേർഡ് വൺ ആണ് പറയുന്നത്. റൈറ്റ് പാം ഓവർ ലെഫ്റ്റ് ഡോസം വിത്ത് ഇന്റർലോക്ക്ഡ്. ഇന്റർലോക്ക്ഡ് എന്നാണ് കേട്ടോ അവിടെ, ഇന്റർലോക്ക്ഡ് ഫിംഗേഴ്സ് ആൻഡ് വൈസ് വേഴ്സ. ഇനി എന്താണ്, റൈറ്റ് പാമിന് മുകളില് എന്താണ് ഓവർ ലെഫ്റ്റ് ഡോസം, ലെഫ്റ്റ് ആയിട്ടുള്ള പാം എന്ത് ചെയ്യുന്നു, നമ്മള് കമത്തി വെക്കുന്നു. അതിനുശേഷം റൈറ്റ് പാം എന്ത് ചെയ്യും, അതിന് മുകളിലായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, റബ്ബ് ചെയ്യുന്നു. അതിന് മുകളിലായിട്ട് വെച്ചിട്ട് ഇന്റർലോക്ക് ചെയ്തുകൊണ്ട് റബ്ബ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാവുമ്പോ എന്താ, അതിനിടയിലുള്ള അഴുക്കുകളൊക്കെ പോവാനായിട്ട് സഹായിക്കും അല്ലെ. നെക്സ്റ്റ് വൺ നോക്കി, ഫോർത്ത് വൺ, പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. എന്താണ് പാം ടു പാം, ഇനി രണ്ട് പാം കൂടി ഒരുമിച്ച്, അതായത് രണ്ടും കൂടി എങ്ങനെയാ ഒരുമിച്ച് ഇങ്ങനെ
പാം ടു പാം എങ്ങനെയാണ് അത് അങ്ങനെ എന്ത് ചെയ്യുന്നു റബ് ചെയ്യുന്നു. ഓക്കെ, റബ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്താണ് പറയുന്നത്? ബാക്സ് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാംസ് വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. ഇനി എന്താണ്? ഒരു കൈ മറ്റൊരു കൈയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്റർലോക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? റബ് ചെയ്യുന്നു ഓപ്പോസിറ്റ് ആയിട്ട്. അത് റബ് ചെയ്യുന്നു. ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞതാണ് റൊട്ടേഷണൽ റബ്ബിംഗ്. 6th വൺ നോക്കി. റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് ലെഫ്റ്റ് തം ക്ലാസ്പ് ഇൻ റൈറ്റ് പാം ആൻഡ് വൈസ് വേഴ്സ. ഇനി എന്താണ്? ഇങ്ങനെ ലെഫ്റ്റ് തമ്മിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് ചെയ്യുന്നു, റൈറ്റ് തമ്മിന്റെ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്നു. ഇവിടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് തമ്മിന്റെയും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് തമ്മിന്റെയും ചെയ്യും. നെക്സ്റ്റ് നോക്കിയേ, റൊട്ടേഷണൽ റബ്ബിംഗ് backwards and forwards with clasped fingers of right hand in left palm and vice versa. ഇനി അത് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഈ ക്ലാസ്പ്ഡ് ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് ഹാൻഡ് ഇൻ ലെഫ്റ്റ് പാം ആൻഡ് വൈസ് വേഴ്സ. റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ലെഫ്റ്റ് പാമിലും ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് റൈറ്റ് പാമിലും എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? റബ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് നോക്കിയാൽ റിൻസ് ഹാൻഡ് വിത്ത്. ഇനി എത്രയും പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കൈ കഴുകാം. നമ്മളിപ്പോ ആ ഒരു ഹാൻഡിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യുക? ഹാൻഡ് വാഷ് ചെയ്യുക. ഇനി അതിനുശേഷം എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു വെറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡ്രൈ ആയിട്ടുള്ള ടിഷ്യൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഹാൻഡ് എന്ത് ചെയ്യാം? ഡ്രൈ ചെയ്യാനായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യാം? ഡ്രൈ നല്ല രീതിയിൽ ഉണക്കുക. ഇനി ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു, കൈയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടാപ്പ്, അതായത് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ നമ്മൾ കഴുകുന്ന സമയത്ത്, അതിനുശേഷം ആ ടാപ്പ് ക്ലോസ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഹാൻഡ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? ഡിസിൻഫെക്ഷൻ ചെയ്ത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തു അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു സെയിം ഹാൻഡ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ടാപ്പ് ക്ലോസ് ചെയ്യരുത്. ഇനി അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ എൽബോ. എൽബോ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഭാഗത്തെയാണ് എൽബോ എന്ന് പറയുന്നത്? ഏത് ഭാഗത്തെയാണ് എൽബോ എന്ന് പറയുന്നത്? മുട്ട് അല്ലെ, കൈമുട്ട്. നമ്മുടെ കൈമുട്ടിനെ വെച്ചിട്ട് എന്ത് ചെയ്യണം? കൈമുട്ട് ഉപയോഗിച്ച് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ടാപ്പ് ക്ലോസ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് നമ്മൾ ആ ഒരു നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഹാൻഡ് യൂസ് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു എൽബോ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വാട്ടർ ടാപ്പുകൾ എന്ത് ചെയ്യേണ്ടത്? ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഹാൻഡ് നല്ല രീതിയിൽ ഡ്രൈ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഈ ഒരു പിക്ചേഴ്സ് എല്ലാവർക്കും മനസ്സിലായോ? പിക്ചർ ക്ലിയർ ആയോ? നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഇത് ഓൾമോസ്റ്റ് മിക്കവരും ഫോളോ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ ജസ്റ്റ് അതിന്റെ ആ ഒരു പ്രൊസീജിയർ എന്താണെന്നുള്ളത് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കി മുകളിൽ അതുപോലെ അതിന്റെ കുറച്ച് പ്രൊസീജിയർ സെയിം തന്നെയാണ് കേട്ടോ. അവിടെ adequate amount of solution we take in your hands അല്ലെ. നമ്മൾ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് സൊല്യൂഷൻ, സോപ്പാണോ അല്ലെങ്കിൽ ലിക്വിഡ് ആണോ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്, അത് നമുക്ക് ഹാൻഡ് വാഷിന് വേണ്ടിയിട്ട് adequate amount ആവശ്യമായിട്ടുള്ള എമൗണ്ട് എടുക്കുക. അതിനുശേഷം പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. പാം ടു പാം എന്ത് ചെയ്യുക? റബ് ചെയ്യുക. അതിനുശേഷം എന്താ പറഞ്ഞത്? റബ് ബാക്ക് ഓഫ് ദ ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാംസ് വിത്ത് ഇന്റർലോക്ക്ഡ് എന്നാണ് കേട്ടോ. അപ്പൊ അവിടെ എന്താ? ബാക്ക് അല്ലെ, ബാക്കിൽ വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിന്റെ ബാക്കിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? റബ് ചെയ്യുന്നു. തിരിച്ചും രണ്ട് രീതിയിലും, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നമ്മൾ ചെയ്യുന്നു. അതാണ് റബ് ചെയ്യുന്നു. ഇനി റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തം ഗ്രിപ്ഡ് വിത്ത് ലെഫ്റ്റ് തം ആൻഡ് വൈസ് വേഴ്സ അല്ലെ. റൊട്ടേഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടും എന്ത് ചെയ്യുന്നു? റൈറ്റ് തമ്പ് ലെഫ്റ്റ് തമ്മിൽ വെച്ചിട്ട് ഗ്രിപ്പ് ചെയ്യുന്നു, റബ് ചെയ്യുന്നു. ലെഫ്റ്റ് തമ്പ് റൈറ്റ് തമ്മിൽ വെച്ചിട്ട് റബ് ചെയ്യുന്നു. നെക്സ്റ്റ് നോക്കിയ റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ക്ലാസ്പ്ഡ് ഫിംഗർ ഓഫ് റൈറ്റ് ഹാൻഡ് ഇൻ ലെഫ്റ്റ് പാം ആൻഡ് കോൺട്രവൈസ്. ഇനി ഇത് എന്ത് ചെയ്യുന്നു? ക്ലാസ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? റബ് ചെയ്യുന്നു. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡിലും റബ് ചെയ്യുന്നു, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിലും റബ് ചെയ്ത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രവൈസ് ആയിട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് നോക്കിയ റബ് ബോത്ത് റിസ്റ്റ് റൊട്ടേഷണലി. ഇനി ആ റിസ്റ്റിന്റെ ഭാഗം എന്താണ്? റിസ്റ്റ് എന്ന് പറയുന്നത് കൈത്തണ്ട അല്ലെ. ആ ഒരു റിസ്റ്റിന്റെ ഭാഗവും എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്ത് രണ്ട് റിസ്റ്റിന്റെ ഭാഗവും റൊട്ടേഷണലി അത് എന്ത്
ചെയ്യുന്നു? റബ്ബ് ചെയ്യുന്നു. അതുപോലെ തന്നെ റബ് നെയിൽസ് ബൈ യൂസിങ് എ സോഫ്റ്റ് ബ്രഷ്. ഇനി നെയിൽസിലൊക്കെ അഴുക്കുകൾ കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് അത് എന്ത് ചെയ്യുക? നെയിൽസ് ഇങ്ങനെയുള്ള റബ്ബ് ചെയ്തുകൊണ്ട് അഴുക്കുകളൊക്കെ റിമൂവ് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയ വാഷ് ഹാൻഡ്സ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യുക. ദെൻ ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ. നമ്മുടെ കൈമുട്ടുകൾ കൊണ്ട് ആണ് വാട്ടർ ടാപ്സ് എന്ത് ചെയ്യേണ്ടത്? ക്ലോസ് ചെയ്യേണ്ടത്. ആൻഡ് ഡ്രൈ ഹാൻഡ്സ് തോറോലി. എന്ത് ചെയ്യുക? ഹാൻഡ്സ് നല്ല രീതിയിൽ ഡ്രൈ ചെയ്യുക, ഉണക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹാൻഡ് ഇങ്ങനെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷിംഗ് ചെയ്ത് എല്ലാ അണുവിമുക്തമാക്കിയിരിക്കുന്നു. ഈ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രോപ്പർ വേ ഓഫ് ഹാൻഡ് വാഷിംഗ് ആണ് കേട്ടോ. കിട്ടിയോ? അപ്പൊ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പുകള് സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. അല്ലാതെ ബൈഹാർട്ട് ചെയ്യൊന്നും വേണ്ട. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഓരോന്നേ വരുന്ന അത് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത്, അല്ലെങ്കിൽ പിക്ചറാണ് നിങ്ങൾക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നെങ്കിൽ അങ്ങനെ കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ ആ ഒരു സോഫ്റ്റ് ബ്രഷ് ഒക്കെ യൂസ് ചെയ്യുന്നതൊന്നും ഇതിൽ റിസ്റ്റിന്റെ ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ കോമൺ ഒക്കെ ആയിട്ട് വരുന്നതെല്ലാം ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ പിക്ചറാണ് നിങ്ങൾക്ക് മനസ്സിൽ കൂടുതലും മനസ്സിലാവുന്നെങ്കിൽ അത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ മറ്റേത് ജസ്റ്റ് ആ പോയിന്റ്സ് എന്താണെന്നുള്ളത് ഈ പിക്ചർ വെച്ച് എന്തായാലും നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഹാൻഡ് വാഷിങ്ങിന് വേണ്ട സ്റ്റെപ്പുകളിൽ വന്നിരിക്കുന്ന സ്റ്റെപ്പുകൾ, ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റെപ്പുകൾ ഏതാന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ? പറ്റില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇത്രയും എഴുതുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചേ. അങ്ങനെയാണ് നമുക്കൊരു 5 ക്വസ്റ്റ്യനും കൂടി എഴുതിയിട്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് എഴുതാം. അപ്പൊ നോട്ട് എടുത്തേ എല്ലാവരും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ? അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്തേക്കാം കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? ഓക്കെ, അതില് ഓപ്ഷൻസ് 4 പറയാം. നിങ്ങൾ ഓപ്ഷൻസ് കേട്ടിട്ട് ആ ഒരു ആൻസറിന്റെ ആൻസർ മാത്രമേ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഫുൾ ഓപ്ഷൻസ് എഴുതണമെന്നൊന്നുമില്ല. അപ്പൊ വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? ക്വസ്റ്റ്യൻ കിട്ടിയോ? വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു: എ നോസ് ഇൻഫെക്ഷൻ, ബി ഐ ഇൻഫെക്ഷൻ, C hospital acquired infection, and the conjunctivitis. ഏതാണ് 4 ഓപ്ഷനില്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലേ? അപ്പൊ ആൻസേഴ്സ് മാത്രം എഴുതിയാലും മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ഓപ്ഷൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ഓപ്ഷൻസ് തന്നത് മാത്രം. അപ്പൊ നിങ്ങൾ ആ ഒരു ആൻസർ മാത്രം എഴുതി വെച്ചാൽ മതി. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന്റെ മറ്റൊരു പേര് എന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നറിയപ്പെടുന്നു, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നറിയപ്പെടുന്നു, മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നില്ലേ നോസോകോമിയൽ ഇൻഫെക്ഷൻ? ഏതാണ്? HAI ഉണ്ട്. അത് കൂടാതെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതും കൂടി മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ ഓപ്ഷൻസിലെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നായിരിക്കും കൊടുത്തിരിക്കുക കേട്ടോ. അപ്പൊ ആ ഒരു ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഈ 3 ഏതാണെങ്കിലും അത് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് what is the meaning of the word nosocomial? What is the meaning of the word nosocomial? What is the meaning of the word nosocomial? ഓക്കെ, ആ നോസോകോമിയൽ എന്ന് പറയുന്ന ആ വേർഡിന്റെ മീനിങ് എന്താ? വെരി ഗുഡ്, ഹോസ്പിറ്റൽ അല്ലെ? എന്റെ ആൻസർ എഴുതിക്കോ, ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ
comes under which of the following comes under direct contact transmission? Which of the following comes under direct contact transmission? Which of the following comes under direct contact transmission? Okay. Options പറയട്ടെ. A. Stained gloves. B. A stained gloves. B. Contaminated needles. C. Contaminated instruments. And option D. Personal contact. Okay. So question ഒന്നുകൂടി വായിക്കാം. Which of the following comes under direct contact transmission? Direct contact transmission വന്നിരിക്കുന്ന അല്ലെങ്കിൽ അണ്ടറിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ stained gloves. Okay. Option B contaminated needles. Option A stained gloves. Option B contaminated needles. Option C contaminated instruments. And option D personal contact. Very good. Personal contact. അല്ലെ? ബാക്കി മൂന്നും എന്തിൽ വരുന്നതാണ്? ഏത് ട്രാൻസ്മിഷനിൽ വരുന്നതാണ് ബാക്കി മൂന്നെണ്ണം? എയും ബിയും സിയും. വെരി ഗുഡ്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ വരുന്നതാണ് കേട്ടോ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ അത് നേരിട്ട് ടച്ചിലൂടെ അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കോണ്ടാക്ടിലൂടെയാണെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്ടിൽ വരുന്നവയാണ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഗ്ലൗസുകളോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിൽസോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സോ പോലെയുള്ളവ. അതപ്പോ തിരിച്ചറിയാനായിട്ട് പറ്റണം. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ. Which of the following method is not used? Which of the following method is not used for? Which of the following method is not used for preventing nosocomial infection? Which of the following method is not used for preventing nosocomial infection? Which of the following method is not used for preventing nosocomial infection? Okay. Options എഴുതിക്കോ. Option A sanitation. Option A sanitation. Option B transportation. Option A sanitation. Option B transportation. Option C sterilization. Option A sanitation. Option B transportation. Option C sterilization. And option D isolation. Okay. Question very good. Transportation. Option B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് ഇൻക്ലൂഡഡ് അല്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതായിട്ടുള്ള ഒരു ടെക്നിക് ആണ് അല്ലെ. മെത്തേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബാക്കിയെല്ലാം നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഐസൊലേഷൻ, സാനിറ്റേഷൻ, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ഒക്കെ പറയുന്നത്. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ കൂടുതലും കാണുന്നത്. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ എല്ലാവർക്കും? ഓപ്ഷൻസ് ഒക്കെ എല്ലാവരും എഴുതിയോ? ഓക്കെ. നെക്സ്റ്റ് fifth question. Which of the following comes under vector-borne transmission? Which of the following comes under? Which of the following comes under vector-borne transmission? Which of the following comes under vector-borne transmission? Which of the following comes under vector-borne transmission? Okay. Options A food. Option A food. Option A food. Option B flies. Option C water. And option D medications. Option A food. Option B flies. Option C water.
ആൻഡ് ഓപ്ഷൻ ഡി മെഡിക്കേഷൻസ്. വെരി ഗുഡ്, ഫ്ലൈസ് ആണ് അല്ലെ. അപ്പൊ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ അവിടെ ലിവിങ് ഓർഗാനിസംസ് ആണ് അല്ലെ. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, ലിവിങ് ഓർഗാനിസംസ് ആണ്. അപ്പൊ അവിടെ എന്താണ് ഫ്ലൈസ്. ഇതിൽ ഏതാണ് ലിവിങ് ഓർഗാനിസം, ലിവിങ് ആയിട്ടുള്ള ജീവനുള്ള വസ്തു ഏതാണ്? ഫ്ലൈസ് ആണ് അല്ലെ, ഈച്ചകള്. അപ്പൊ അവിടെ ഫുഡ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് അതുവഴിയാണ് ചെയ്യുന്നത്. ഇനി ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻസ് ഒക്കെ ഏത് ട്രാൻസ്മിഷനിൽ വരുന്നതാണ്? ഫുഡും വാട്ടറും മെഡിക്കേഷൻസ് ഒക്കെ കണ്ടാമിനേറ്റഡ് ഉള്ള ഫുഡ്, വാട്ടർ, കോമൺ ട്രാൻസ്മിഷൻ, കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, കോമൺ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷനിൽ വരുന്നത് ഏതാണ്? കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്നതാണ് എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ ആൻഡ് മെഡിക്കേഷൻസ് വരുന്നത് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക. 5 ക്വസ്റ്റ്യൻസ് തരുന്നുള്ളൂ. അപ്പൊ അതിൽ ബാക്കി നിങ്ങൾ നമ്മുടെ മോക്ക് ടെസ്റ്റുകളുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് എന്തായാലും എഴുതി വെച്ചിരുന്ന് പഠിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് ഫൈനൽ എക്സാം ആവുമ്പോൾ നിങ്ങൾക്ക് അത് എടുത്ത് നോക്കിയാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇതൊക്കെ തരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഇനിയുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? Which type of infection is also known as nosocomial infection? Which type of infection is also known as nosocomial infection? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് കൂടി അറിയപ്പെടുന്നത്? ഓക്കെ, ഓപ്ഷൻസ് വേണോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഫാർമക്കോളജിസ്റ്റ് ആണോ പറയാൻ പറയുന്നത്? ഓക്കെ, പറയാലോ. ഫാർമക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവര് സയന്റിസ്റ്റുകളാണ്, അതായത് മെഡിക്കൽ പ്രൊഫഷണൽസ് തന്നെയാണ്. പക്ഷെ അവരെന്തിനു വേണ്ടിയിട്ടാണ്, അവരെന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ചെയ്യുന്നത്? നമ്മൾ ഒത്തിരി ഡ്രഗ്സ്, ഇപ്പൊ ഇവിടെ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് കഴിക്കും അല്ലെ. അപ്പൊ ആ മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മൾ അത് എത്രത്തോളം നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്? ആ ഒരു ലിവിങ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഓരോ മനുഷ്യരാണ്, ലിവിങ് ആയിട്ടുള്ള ഓരോ ഓർഗാനിസത്തിലും ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ അഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടായിട്ടുള്ള സ്റ്റഡി ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ് സയന്റിസ്റ്റുകൾ. അങ്ങനെയുള്ള സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ് ഫാർമക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവര് ഓരോ മരുന്നുകളും ഓരോ ഇൻഫെക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരും ഓരോ ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു? അവർ അതിനനുസരിച്ചുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ അതെങ്ങനെ നമ്മൾ ആ ഒരു മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ആ പേഷ്യൻസിന്റെ കേസാണ് പറയുന്നത്, പേഷ്യൻസിന് എത്രത്തോളം അവർക്ക് അത് എഫക്റ്റീവ് ആവുന്നുണ്ട് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അവർക്ക് എഫക്റ്റീവ് ആവാത്തത്, ഇനി അതിനനുസരിച്ച് ഓരോ ഇൻഫെക്ഷൻസിനനുസരിച്ച് പുതിയതായിട്ടുള്ള എന്തൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെ ഡ്രഗ്സ് ആണ് വേണ്ടത് എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുക, അത് എന്ത് ചെയ്യുക, നമുക്ക് ഓരോന്നും ആപ്ലിക്കബിൾ ആയിട്ട് തരിക എന്നുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത് കേട്ടോ. ഫാർമക്കോളജിസ്റ്റിന്റെ പ്രധാനമായിട്ട് വരുന്നത്, അതായത് ഫാർമസി എന്ന് പറഞ്ഞാൽ എന്താ? മെഡിസിൻസ് കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഫാർമക്കോളജിസ്റ്റ് എന്നുള്ള പേരിൽ നിന്ന് തന്നെ എന്താ? മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് നമ്മളെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ് ഫാർമക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത് ഹരിത? What is the meaning of the word nosocomion? Nosocomion എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചത്. അതിന്റെ മീനിങ് എന്താണെന്നാണ് പറഞ്ഞത്? ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വേർഡ് മീനിങ് ആണ് നോസോകോമിയോൺ എന്ന് പറയുന്ന വേർഡിനുള്ളത്. ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണോ ചോദിക്കുന്നത് സോയിബ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? 5 രീതിയിൽ അല്ലെങ്കിൽ 5 എണ്ണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ലെ. ഫസ്റ്റ് വൺ വരുന്നതാണ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്? കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ആണ്. ഇനി അതിൽ വരുന്ന 2 എണ്ണമായിട്ട് പറയുന്നുണ്ട്
ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും വരുന്നുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താ, ഒരു ഫിസിക്കൽ കോണ്ടാക്ട് അല്ലെ, പേഴ്സൺസുമായിട്ട് ഒരു നേരിട്ടുള്ളൊരു കോണ്ടാക്ട്, ടച്ച് പോലെയുള്ള നേരിട്ടുള്ളൊരു ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ വരുന്നത്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ വരുമ്പോൾ എങ്ങനെയാണ്, അവിടെ എന്താണ്, ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ടച്ച് വഴിയുള്ള ഒരു കോണ്ടാക്ട് വരുന്നില്ല, എന്നാൽ കൂടി അവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ട്, അതിനൊരു ഇടയിൽ നിൽക്കുന്നതായിട്ടുള്ള വസ്തുക്കളാണ് എന്ത്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിൽസോ ഡ്രസ്സിങ്സോ മറ്റ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഗ്ലൗസ് പോലെയുള്ളവയൊക്കെ എന്ത് ചെയ്യുന്നു, അത് ടച്ച് ചെയ്യുന്നത് വഴി നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നമ്മളിലേക്ക് പകരുന്നു. അതാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനിൽ എന്താണ്, ഇവിടെ ഡ്രോപ്ലെറ്റ്സ്, അതായത് പ്രധാനമായിട്ടും കഫിങ് അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുന്ന സമയത്ത് ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആ ഒരു ചുമയുടെ ആ ഒരു പ്രഷറിൽ പുറത്തേക്ക് പോകും അല്ലെ. അപ്പൊ അങ്ങനെ പോകുന്ന ആ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത് മൈക്രോബ്സ് അടങ്ങിയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് ആയിരിക്കും. അത് കുറച്ച് സമയം അല്ലെ കുറച്ച് ദൂരം ആ ഒരു പ്രഷറിൽ എന്ത് ചെയ്യുന്നു, എയറിലൂടെ കുറച്ച് ദൂരത്തേക്ക് പോവുകയും അത് മറ്റൊരാളുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ഡിസ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വായുവിലൂടെ, അതായത് എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ അല്ലെങ്കിൽ എന്താണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതില് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഏജൻസ് അറ്റാച്ച് ചെയ്യുകയും അതെന്ത് ചെയ്യുന്നു, കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യുന്നു, ലോങ് പീരീഡ് ഓഫ് ടൈം ആ ഒരു എയറിൽ നിലനിൽക്കുകയും അതെന്ത് ചെയ്യുന്നു, എയറിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുകയും അതിനനുസരിച്ച് ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എയർബോൺ ട്രാൻസ്മിഷനിൽ വരുന്നത്. ദെൻ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്ന എന്തൊക്കെയാണ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിലൂടെയോ വാട്ടറിലൂടെയോ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് പോലെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിലൂടെയുള്ള എന്താണ് ട്രാൻസ്മിഷൻ ആണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ വരുമ്പോൾ എന്താണ്, അവിടെ ലിവിങ് ഓർഗാനിസം ആണ് അവിടെ ട്രാൻസ്മിഷന് വേണ്ടി സഹായിക്കുന്നത്. എങ്ങനെയുള്ളതാണ്, മോസ്കിറ്റോസോ ഫ്ലൈസോ റാറ്റ്സോ അല്ലെങ്കിൽ അതർ വെർമിറ്റ്സ് മറ്റു കീടങ്ങളോ ഒക്കെയാണ് ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ ട്രാൻസ്മിഷന് വേണ്ടി സഹായിക്കുന്നതായിട്ട് വരുന്നത്. കിട്ടിയോ? ഇത്രയും നമ്മൾ ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മോർച്ചറി സർവീസ് ആണ് കേട്ടോ. അപ്പൊ നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ അടുത്ത ദിവസം ഒന്ന് നോട്ട്സ് കയ്യിൽ കരുതിയിരിക്കുക. ചാപ്റ്റർ 27 ആണ് ഇതിൽ കിടക്കുന്നത്. നിങ്ങൾ ഇതിലുള്ളത് 27 ആണെന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ചാപ്റ്റർ നമ്പർ നോക്കണ്ട, ആ ഒരു ഹെഡിങ് നോക്കിയാൽ മതി കേട്ടോ, മോർച്ചറി സർവീസസ് ഒക്കെ. അപ്പൊ മോർച്ചറി സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കോപ്പി എടുത്ത് വെക്കുമെങ്കിൽ കോപ്പി എടുത്ത് വെക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടാവും? ഓക്കെ, അപ്പൊ നമ്മുടെ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തരുന്നത് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററുമായിട്ട് കുറച്ചും കൂടി ബന്ധം ഉണ്ടാകും. അപ്പൊ എല്ലാവരും പഠിക്കുന്നുണ്ടോ ചാപ്റ്റേഴ്സ് ഓരോന്നും പഠിച്ചു കഴിയുമ്പോ? ഉണ്ട്. ഓക്കെ, കാരണം നമ്മൾ ഒരുമിച്ച് പഠിക്കാനായിട്ട് വെച്ചിരുത്. കാരണം എക്സാം ആവുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒത്തിരി എല്ലാ ചാപ്റ്ററും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഭയങ്കര പ്രഷർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സമയം കിട്ടുന്നതിനനുസരിച്ച് കംപ്ലീറ്റ് ആവുന്ന ഓരോ ചാപ്റ്റേഴ്സും അതിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ അതെന്താണ് അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ നിന്ന് മനസ്സിലാക്കും. അന്ന് എടുക്കുന്ന ക്ലാസ്സുകൾ പറ്റുമെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നിങ്ങൾ അതൊന്ന് പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കൂടി ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് വരുന്നവരായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പഠിച്ചു തീർക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. എന്നാലും ഒരു 1-2 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചെങ്കിലും വിടുക. അപ്പൊ നമുക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആ ഒരു പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒന്നുകൂടി റിവൈൻ ചെയ്തെടുക്കാനും നമുക്ക് അതൊരു മനസ്സിലൊന്ന് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാനൊക്കെ പറ്റും. അപ്പൊ പിന്നീട് നിങ്ങൾ ആ ഒരു പോർഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ എക്സാംസ് ഒക്കെ അടുക്കാറായി, നമ്മുടെ പോർഷൻസ് ഒക്കെ ഒരുവിധം കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ എത്ര ചാപ്റ്റർ നിങ്ങൾക്ക് കൊടുത്തേ? ഏതൊക്കെ ചാപ്റ്റർ എടുത്തു? ഓർമ്മയുണ്ടോ? ഏതൊക്കെ ചാപ്റ്റർ എടുത്തേ? Introduction. Introduction. History of hospitals. Dialysis service. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ഭാഗങ്ങളും
മാക്സിമം നിങ്ങൾ അധികം ലേറ്റ് ആവാതെ തന്നെ ബുക്ക് പഠിച്ച് വെച്ചേക്കാം. ലാസ്റ്റ് എക്സാം സമയത്ത് അതൊരു ബർഡനായിട്ട് വരില്ല. ഓക്കെ, ഇപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ മോർച്ചറിയുടെ സർവീസസിന്റെ നോട്ട്സ് ഒന്ന് കയ്യിൽ കരുതിരിക്കുക കേട്ടോ. ഓക്കെ, ക്ലാസ് താങ്ക് യു. Okay, ma'am. Thank you. Thank you, ma'am.